ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പെട്ടെന്ന് ടേസ്റ്റിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മോരുകറിയാണ്. അതിന് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു 2 പച്ചമുളക് കീറിയെടുത്തിട്ടുണ്ട്, വേപ്പിൻ്റെ ഇല, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു തക്കാളി എടുത്ത് കുറച്ച് തൈര് എടുത്ത് മിക്സ് ചെയ്തും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള തൈര് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, ഉലുവയും കടുകും മതി കേട്ടോ. പിന്നെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്കതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാവേ. കടുകൊന്ന് ചൂടായി പൊട്ടാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഉലുവ പെട്ടെന്ന് കറുത്തു പോകും. അതുകൊണ്ടാണ് കടുകാണെങ്കിൽ ഒന്ന് പൊട്ടാൻ തുടങ്ങിയ ശേഷം മാത്രം നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞ് ഉലുവയും കൂടി ഒന്ന് പൊട്ടി തുടങ്ങുന്നിട്ട്, അപ്പോൾ ഉലുവ പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് വേണ്ട നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ സവോള, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിൻ്റെ ഇലക്കും കൂടെ ഉള്ളത് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഇളക്കിയെടുക്കണം കേട്ടോ. നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ഇൻഗ്രീഡിയൻസ് നല്ല പോലെ ഇളക്കി നല്ല വഴറ്റി നല്ല പോലെ വഴണ്ട് മൂത്ത് വരണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് കറി ഉണ്ടാക്കിയ ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല കുറച്ച് ക്ഷമയൊക്കെ എടുത്ത് കറി ഉണ്ടാക്കാൻ ശ്രമിക്കുക, പെട്ടെന്ന് ഉണ്ടാക്കരുത് കേട്ടോ. അപ്പം നമ്മൾ സവോളയൊക്കെ നല്ല പോലെ വഴറ്റിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ച മണമൊക്കെ മാറി ആ എണ്ണയിൽ കിടന്ന് എല്ലാം കൂടി ഒന്ന് വഴണ്ടി വരട്ടെ കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ കൂട്ടുകാരെ മറക്കല്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കാണാം കേട്ടോ. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓൾ എന്ന ബട്ടണും കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ കൂട്ടുകാരെ. അപ്പം നമ്മുടെ സവോളയൊക്കെ ഒരുവിധം നല്ല പോലെ വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി ഒന്ന് മൂത്ത് വരാനുണ്ട്. അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ഉച്ചക്കത്തേക്ക് അടിപൊളിയായിട്ട് ഊണിന് കുശാലാണ്. ഇതിൻ്റെ കൂടെ ഒരു ഉണക്കമീൻ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ. നമ്മളിതുവരെ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് സവോള ഇടുമ്പം പെട്ടെന്നൊക്കെ ഒന്നായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിനൊന്നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കുക. അപ്പോൾ വേഗം വഴണ്ട് കിട്ടും. ഞാനിതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പം നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. തീ ഒരു മീഡിയത്തിലിടാൻ മറക്കല്ലേ. തീ ഒരു മീഡിയത്തിലിട്ടില്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. പറ്റ സിമ്പിളിട്ടാൽ തീരെ ചൂട് കിട്ടാതെ വരും കേട്ടോ. പെട്ടെന്ന് വഴണ്ടൊന്നും കിട്ടില്ല. അപ്പോൾ ഒരു മീഡിയത്തിലിട്ടിട്ട് നല്ല പോലെ ഇളക്കിയെടുക്കുക. നിങ്ങൾ കുറച്ചും കൂടി ടേസ്റ്റിൽ ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു പുതിയ മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. മൺചട്ടിയിൽ ഉണ്ടാക്കിയ വേറെ ടേസ്റ്റ് തന്നെയാണ്. ഞാൻ കുമ്പളങ്ങയൊക്കെ ഇട്ട് മോര് കാച്ചുകയാണെങ്കിൽ കൂടുതൽ മൺചട്ടിയിലായിട്ട് ഉണ്ടാക്കൽ. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കുന്നവർ അങ്ങനെ ഉണ്ടാക്കുക. അലുമിനിയം ചട്ടിയിലൊക്കെ നിങ്ങൾ മോര് കാച്ചുകയാണെങ്കിൽ വേഗം വേറൊരു പാത്രത്തേക്ക് മാറ്റിയേക്കണേ. അല്ലെങ്കിൽ ആ ചട്ടിക്ക് വേഗം ഹോള് വീണ് കേടുവരും കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഇതേ നമ്മുടെ സവോളയൊക്കെ ഒരുവിധം നല്ല പോലെ വാടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല പോലെ വഴണ്ട് കിട്ടണം. എങ്കിലേ ഉള്ളൂ ആ കറിയിലേക്ക് സവോള ഇതൊക്കെ കറക്റ്റായിട്ട് പിടിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു മധുരമായിരിക്കും സവോളയൊക്കെ നല്ലപോലെ വാടിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ സവോള നല്ലപോലെ വാടി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞ് നമുക്കിതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ തക്കാളിയും തൈരും കൂടി ഞാൻ പറഞ്ഞല്ലോ ചെറുതായിട്ട് നല്ല പോലെ ഞെരടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി കേട്ടോ ഞാൻ എടുത്ത് ഞെരടി ഇതാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഒരു തക്കാളി 2-3 സ്പൂൺ തൈരും കൂടി ഒഴിച്ച് ഞെരടിയതും കൂടി ഇത് നല്ല പോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഈ തക്കാളി നല്ല പോലെ ഉടഞ്ഞ് കിട്ടാനായിട്ട് അതിൻ്റെ പുളിയൊക്കെ അങ്ങ് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ യോജിപ്പിച്ച് വെക്കുന്നത്. അപ്പോൾ ഇതേപോലെ യോജിപ്പിച്ച് അതൊന്ന് പെട്ടെന്ന് ഇളക്കിയെടുക്കുക. ഇതൊക്കെ തീ സിമ്മിലായിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ തൈര് പിരിഞ്ഞു പോകും. അതൊന്ന് ഇളക്കിയ ശേഷം നമ്മൾ പാത്രത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ ആ തൈരും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ചില മുളകുകൾക്കൊക്കെ പച്ചമുളകിന് എരിവ് കുറവുണ്ട്. അപ്പം നിങ്ങളതനുസരിച്ചിട്ട് എരിവ് നോക്കിയിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കണേ. ഞാനാണെങ്കിൽ ഇവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല മൂത്ത അത്യാവശ്യം എരിവുള്ള മുളകാണ് കേട്ടോ 2 എടുത്തിട്ടുള്ളത്.
അപ്പോൾ ചില കടയിൽ നിന്ന് വാങ്ങുന്ന മുളകിനൊക്കെ എരിവ് കൂടുതലും കുറവുള്ളതുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് തീ സിമ്മിലാന്ന് മറക്കല്ല കേട്ടോ. നമുക്ക് നല്ല പോലെ ഇളക്കി കൊടുക്കണം. നല്ല ഫുള്ളിലൊക്കെ ഇട്ട് നമ്മൾ തൈരിട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പിരിഞ്ഞു പോകും കേട്ടോ. ഇനി നമുക്കിത് നല്ല പോലെ ഇളക്കി കൊടുത്ത് വേണം, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് ചൂടായി പിരിഞ്ഞു പോകട്ടെ. അപ്പോൾ സിമ്മിലിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അകത്തേക്ക് അതിൻ്റെ ഉള്ളിലൂടെ ആവി കയറി വരും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ചെറിയ തള പൊട്ടി വന്നെ കാണാം. ഞാനാണെങ്കിൽ നല്ലപോലെ ഇളക്കി ചൂടായി വന്നിട്ടുണ്ട് നമ്മുടെ തൈര്. ഇനി നമുക്കിതിനകത്തേക്ക് വേണം, ഈ മോരിലേക്ക് വേണം നമ്മൾ ഉപ്പിട്ട് കൊടുക്കാൻ കേട്ടോ. ഇപ്പോഴേ ഉപ്പിട്ട് ഞാൻ കൊടുക്കുന്നുള്ളൂ, അതുവരെ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പിട്ട് കൊടുത്ത് നല്ല പോലെ ഇളക്കിയെടുക്കുക. അത് ചൂടായി വരുമ്പോൾ നമുക്കറിയാൻ പറ്റും, അതിൽ നിന്ന് ചെറിയ ആവി ഇങ്ങനെ വരും. ആ സമയത്ത് പിന്നെ നല്ല പോലെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തള വന്ന് അത് പിരിഞ്ഞു പോകും കേട്ടോ. സിമ്മിലിട്ട് തന്നെ ഇളക്കണേ. നമ്മൾ നല്ല പോലെ ഇളക്കി. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ കണ്ടോ, ആദ്യം തന്നെ ഞെരടിയൊക്കെ വെച്ചുകൊണ്ട് അത്യാവശ്യം ഉടഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ പുളി നല്ല പോലെ അങ്ങോട്ട് ഇറങ്ങും കേട്ടോ. തൈരിൻ്റെ പുളിയും തക്കാളിയുടെ ഒക്കെ പുളിയായിട്ട് നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉച്ചയ്ക്ക് ചോറിൻ്റെ ഒക്കെ കൂടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വേറെ ഒന്നും തന്നെ വേണ്ട, നമുക്ക് ചോറുണ്ണാൻ ഈ ഒരു കറി തന്നെ മാത്രം ധാരാളമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണോ മോര് കറി ഉണ്ടാക്കാറ്? നിങ്ങളിങ്ങനെ കറി ഉണ്ടാക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പറയുന്നതൊക്കെ ഒന്നും കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണേ. അപ്പോൾ കണ്ടോ, നല്ലപോലെ ഇളക്കി കൊടുത്ത ശേഷം നമ്മുടെ മോര് കറിയിലേക്ക് നല്ലപോലെ ആവിയൊക്കെ കയറി നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ടോ. എല്ലാം കൂടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി ഒന്നും അതിൻ്റെ പുളി നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ടാവും. നല്ല പഴുത്തതാണെങ്കിൽ നമ്മൾ ഞെരടി എടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല ഉടഞ്ഞ് കിട്ടും. ഇവിടെ അങ്ങനെ ഒരു കഷ്ണമായിട്ട് തന്നെ അങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഓക്കെ കൂട്ടുകാരെ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ കാണാം. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ തന്നെയാണോ കറി ഉണ്ടാക്കാറെന്നും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ആവിയൊക്കെ കയറിയ ശേഷം നമ്മുടെ കറി നമുക്ക് ഓഫ് ചെയ്തെടുക്കാം. അപ്പോൾ കൂട്ടുകാരെ ഓക്കെ, ബായ്. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.